നന്മകളെല്ലാം ബിസ്മിയെ പ്രത്യേകമായി മുൻഗണനയോടുകൂടി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ബിസ്മി കൊണ്ടായിരിക്കണം ആരംഭിക്കേണ്ടത്. എപ്പോഴാണെങ്കിലും ബിസ്മില്ലാഹ് എന്ന് പറയുക. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല. ഇപ്പോൾ വീട്ടിൽ സഹോദരിമാർ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലോ ആ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തൊരു പാത്രം മാറ്റി വെക്കുമ്പോഴും ഇനി അതല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കും, എന്തൊരു നന്മ ചെയ്യുന്നോ അതിൽ ബർക്കത്തുണ്ടാവണമെങ്കിൽ ബിസ്മില്ല 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 എന്ന് പറയുമ്പോൾ അത് അരികിലുള്ള കുട്ടിയിലും അതുപോലെ തന്നെ ആ എല്ലാ നന്മയിലും ഒക്കെ പങ്കാളിയായി തീരുകയാണ്. എന്നാലോ ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ അശ്ശൈത്വാനുൽ അസ്ഹാബി, ബിസ്മി പറയുന്ന മനുഷ്യനും പറയാത്ത മനുഷ്യൻ്റെയും ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് ഉടനെ അനുചരന്മാരോട് പറയും, ബിസ്മില്ല കൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിച്ചത്, ബിസ്മില്ല കൊണ്ടാണ് അയാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതും അതുപോലെ തന്നെ അയാൾ ഭക്ഷണം കഴിക്കുന്നതുമെങ്കിൽ തൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതും അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി കൊണ്ടാണ് ഒരു മനുഷ്യൻ ആരംഭിക്കുന്നത് എങ്കിൽ ഖാല ശൈത്വാൻ പിശാച് ലിഅസ്ഹാബിഹി, ശൈത്താൻ തൻ്റെ അനുചരന്മാരോട് പറയും, ലാ മബീതലക്കും വലാ ശാഹ് വൈദാ ദഖല, അതായത് ഇനി ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല, കാരണം ഇവിടെ നമുക്ക് ഭക്ഷണവുമില്ല പാർപ്പിടവുമില്ല, ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് പിശാച് അനുചരന്മാരോട് പറയും. എന്നിട്ട് അവൻ ഇതൊന്നും നമിക്കാത്ത പറയാത്ത ചൊല്ലാത്ത ആളുകളുണ്ടോ അവരന്വേഷിച്ചു കൊണ്ടുപോകും. അങ്ങനെ ചൊല്ലാത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാലോ അവരൊന്നും ചൊല്ലുന്നില്ല, ബിസ്മിയും ചൊല്ലുന്നില്ല, ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നുമില്ല, ഒരു നന്മയും ബിസ്മിയില്ല, അവരുടേതായ ഇഷ്ടം പോലെ ജീവിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ ഖാല ശൈത്വാൻ, പിശാച് പറയും, അദ്റക്തുമുൽ മബീത വഇദാ ലം യദ്കുരില്ലാഹി തആല ഇൻദ തുആമി അദ്റക്തുമുൽ മബീത വൽ അശാ, നമുക്കിന്ന് ഇവിടെ താമസിക്കാം, അതുപോലെ തന്നെ നമുക്കിവിടെയുള്ള ഭക്ഷണം റെഡിയാണ്, അതുപോലെ തന്നെ ഭക്ഷണം ചെല്ലാത്ത ഈ മനുഷ്യൻ്റെ അരികിൽ നമുക്കിവിടെ പാർപ്പിടവും ഭക്ഷണവും ഒക്കെ ലഭ്യമാണ്, നിങ്ങളെല്ലാവരും വരൂ. എങ്ങനെയുള്ള ആളാണെങ്കിൽ ബിസ്മി ചൊല്ലാത്ത, ബിസ്മി ഇഷ്ടപ്പെടാത്ത, ബിസ്മിയിൽ അലസത വരുത്തുന്ന, ബിസ്മി പറയാൻ താല്പര്യമില്ലാത്ത, അതിനൊന്നും മുൻതൂക്കം നൽകാത്ത ഒരു വീടും കുടുംബമൊക്കെ കണ്ടാൽ പിശാച് അനുചരന്മാരോട് സന്തോഷത്തോടെ പറയാ, നമുക്ക് ഇവിടെ പാർക്കാം, ഇവിടെയാണ് നമുക്കുള്ള ഭക്ഷണം, ഇതാണ് നമ്മുടെ കൂട്ടുകാർ, എത്ര നല്ല സ്നേഹിതന്മാരെന്ന് പറഞ്ഞ് അവരുടെ കൂടെയാ പിന്നീട് പിശാച് ഉണ്ടാവുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണെങ്കിലും ബിസ്മി കൊണ്ടായിരിക്കണം ആരംഭിക്കേണ്ടത്. ഭക്ഷണത്തിൽ കൈവെക്കുമ്പോൾ പോലും സഹാബത്ത് പറയുകയാം, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് എവിടുന്ന് അവസരം ലഭിച്ചു കഴിഞ്ഞാലും ആ ഭക്ഷണത്തിലേക്ക് കൈവെക്കുമ്പോൾ ബിസ്മില്ല കൊണ്ടല്ലാതെ ഞങ്ങൾ ഒരിക്കലും ആരംഭിക്കാറുണ്ടായിരുന്നില്ല. അത്രത്തോളം ഗൗരവത്തോടായിരുന്നു അവർ കാണാറുണ്ടായിരുന്നത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്താണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു നന്മയിലും നമ്മുടെ ജീവിതത്തിൽ ബിസ്മി കൊണ്ടുവരിക, ബിസ്മിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുക. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മര്യാദകൾ എന്താണ്, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത താല്പര്യമില്ലാത്ത ഭക്ഷണമായിരിക്കും. അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഭക്ഷണമാണ് നിങ്ങൾ കണ്ടത് എങ്കിലോ അവിടെ നിങ്ങൾ സ്വീകരിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, മാ ആബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുആമു ഖത്തു, റസൂലുള്ള ഒരു ഭക്ഷണത്തെയും കുറ്റം പറയില്ല. അതിൽ ഉപ്പില്ല, മുളകില്ല, എരിയില്ല, അല്ലെങ്കിൽ അതിൻ്റെതായ കുറ്റങ്ങളോ കുറവുകളോ പറഞ്ഞ് ആ ഭക്ഷണത്തെ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇകഴ്ത്താറുണ്ടായിരുന്നില്ല. ഇനി ഇഷ്തഹാഹു അക്കല, അവിടത്തേക്ക് ഇഷ്ടമാണോ അക്കലഹു, അത് ഭക്ഷിക്കും. വൈൻ കരിഹു തറക്ക, ഇനി ആ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല, അത് അവിടത്തേക്ക് താല്പര്യമില്ല എങ്കിൽ തറക്കഹു, അത് ഉപേക്ഷ വരുത്തും. ഇഷ്ടപ്പെട്ടാലോ ആ ഭക്ഷണം കഴിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ആ ഭക്ഷണത്തെ ഒരിക്കലും കുറ്റം പറയില്ല. അതുമാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കൂടെയുള്ള ആളുകളെ പരിഗണിക്കണം, അടുത്തുള്ള ഭാഗത്തു നിന്നായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. ഇതൊക്കെ ഓരോ മര്യാദകളായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദകൾ. പിന്നെയോ ഒരാൾക്ക് ഇനി ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറയുന്നില്ല, വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ അയാൾക്ക് വയറ് നിറയെ ചെയ്യുന്നില്ല. അങ്ങനെ പരാതിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. അതായത് വഹ്ശ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, യാ റസൂലല്ലാഹ് ഇന്നാ നഅകുലു വലാ നശ്ബഉ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതായത് ധാരാളമായിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ വയറൊന്നും നിറയുന്നില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാം, നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കാറുള്ളത്? അതായത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, ഫലഅല്ലക്കും തഫ്തരിഖൂൻ, നിങ്ങൾ വേറിട്ട് കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കൽ? അതായത് ആരും കാണാതെ ഒറ്റയ്ക്ക് പോയിട്ടാണോ കഴിയുന്ന ഭക്ഷണം കഴിക്കാറ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം, അതെ,
നബി ഉടനെ പറയുകയാണ്, ഇജ്തമഉ അലാ തുആമിക്കും, നിങ്ങൾ കൂടിയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക. എല്ലാവരും പാടെ വിളിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക. അത് വയറ് നിറയെ ഭക്ഷണം കഴിക്കണമെന്നില്ല. ഒരു കുടുംബത്തിലെ ഉപ്പയും ഉമ്മയും പേരക്കുട്ടികളും എല്ലാവരും അത് വളരെ കുറച്ച് ഭക്ഷണമാണെങ്കിലും ഒരുമിച്ചിരുന്നു കൊണ്ട് സ്നേഹാദരവോടുകൂടി കഴിക്കുന്നുവെങ്കിൽ അവർക്ക് കിട്ടുന്നത് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണമാണെങ്കിൽ പോലും എന്തുണ്ടാകും? വദ്കുറു ഇസ്മല്ലാ, അല്ലാഹനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ യുബാരിക് ലക്കും ഫീഹ്, നിങ്ങൾക്കതിൽ ബർക്കത്തുണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ബർക്കത്ത് പോലും അതിലുണ്ടാവണമെങ്കിൽ അതിൽ പഠിപ്പിക്കുന്ന ഒരു മാനദണ്ഡം എന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇജ്തമഉ അലാ തുആമിക്കും, നമ്മളൊരു സൽക്കാരത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ എല്ലാവരും വിളിക്കും. അല്ലെങ്കിൽ ടെലിവിഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരാൾ കാണുമ്പോൾ എല്ലാവരും വരും എന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കും. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ ഒറ്റയ്ക്ക് പോയിരുന്ന് കഴിക്കുന്നു. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ അവിടെ ബർക്കത്തുണ്ടാവില്ല. ബർക്കത്തുണ്ടാവണമെങ്കിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ഐക്യത്തോടെ സ്നേഹത്തോടെ അവിടെ കഴിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് ലഭ്യമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം